ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം ഇട്ടതുപോലെ തന്നെ ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ LT ടീച്ചർ ഇട്ടതുപോലെ തന്നെ ഇത് രാജസ്ഥാൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ വേക്കൻസി നോട്ടിഫിക്കേഷനാണ്. ഏകദേശം 9700 പോസ്റ്റുകളാണ് രാജസ്ഥാൻ പബ്ലിക് സർവീസ് കമ്മീഷൻ വിളിച്ചിരിക്കുന്നത്. അപ്പം അതിന്റെ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സെൻട്രൽ ഗവൺമെന്റ് ഇതര പോസ്റ്റുകൾ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ടീച്ചിങ് നോൺ ടീച്ചിങ് പോസ്റ്റുകൾ, വേക്കൻസി നോട്ടിഫിക്കേഷനുകൾ, ക്ലാസ്സുകൾ, അത് പെയ്ഡ് ക്ലാസ്സും ഉണ്ട്, ഫ്രീ ക്ലാസ്സും ഉണ്ട്, ക്ലാസ്സുകൾ ഇതെല്ലാം ലഭിക്കുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ടും ലൈക്കുകളായിട്ടും രേഖപ്പെടുത്തുക. ഇനി നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇത്തരത്തിലുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്കും എന്ത് ചെയ്യുക, ഈ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ഇത് രാജസ്ഥാൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. രാജസ്ഥാൻ പബ്ലിക് സർവീസ് കമ്മീഷൻ രണ്ടു തരം പോസ്റ്റുകളാണ് വിളിച്ചിരിക്കുന്നത്. നേരത്തെ മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോയിലും ആ രണ്ടു തരം പോസ്റ്റ് വരേണ്ടതാണ്. പക്ഷേ ഇപ്പൊ അതിന് തൽക്കാലം ഒരു പോസ്റ്റ് വിളിച്ചിട്ടുള്ളൂ, LTR, അതായത് TGT മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ഇവിടെ TGTയും PGTയും വിളിച്ചിട്ടുണ്ട്. ഓക്കെ, ആദ്യമേ പറഞ്ഞോട്ടെ, ഇത് രാജസ്ഥാൻകാർക്ക് മാത്രമല്ല എല്ലാവർക്കും ഓൾ ഇന്ത്യ ലെവലിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ്. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഓൾ ഇന്ത്യ ലെവലിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. നമ്മൾ അതർ സ്റ്റേറ്റ്സിന്റെ PSC, ഇപ്പൊ കേരളത്തിലോട്ട് മറ്റുള്ളവർ വന്നു കഴിഞ്ഞാലും അങ്ങനെയാണ് സംഭവിക്കുന്നത്. അതായത് റിസർവേഷൻ കിട്ടത്തില്ല. നമുക്ക് ജനറൽ, എല്ലാവർക്കും ജനറൽ എന്ന് പറയുന്ന അതർ സ്റ്റേറ്റ് ആകുമ്പോഴത്തേക്ക് ആ സ്റ്റേറ്റിലേക്ക് ചെല്ലുമ്പോൾ ജനറൽ എന്ന് പറയുന്ന ഒരു കാറ്റഗറി കിട്ടും. അതായത് ഇതിന്റെ പ്രായ പരിധി എന്ന് പറയുന്നത് രണ്ടും രണ്ട് ഏജ് ആണ്. അത് നമ്മുടെ നോട്ടിഫിക്കേഷൻ പറയുമ്പോൾ ഞാൻ പറയാം. ഓക്കെ, മാക്സിമം എന്ന് പറയുന്നത് 40 ആണ്. അതറിഞ്ഞിട്ടുണ്ടാകും, 40 വയസ്സാണ് മാക്സിമം അപ്ലൈ ചെയ്യാനുള്ള പ്രായ പരിധി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് പറയാം. അപ്പൊ ഇത് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവര്, ക്വാളിഫൈഡ് ആയിട്ടുള്ളവര് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക, പരീക്ഷ എഴുതുക. കാരണം നമ്മൾ എവിടെയെല്ലാം ജോലിക്ക് പോകുന്നുണ്ട് അല്ലെ, ഔട്ട് ഓഫ് കേരള, ഔട്ട് ഓഫ് ഇന്ത്യ അല്ലെ, പല കോണ്ടിനെന്റുകളായിട്ട് നമ്മൾ ജോലിക്ക് പോകുന്നുണ്ട് അല്ലെ, എല്ലാ കോണ്ടിനെന്റിലും നമ്മൾ. അപ്പൊ അത്രയും ദൂരത്തേക്ക് പോകാൻ പോകുന്ന നമ്മൾ, ഒരു ഭാഷ അറിഞ്ഞൂടെ പോകുന്ന നമ്മൾ സ്വന്തം ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിൽ പോയി വർക്ക് ചെയ്യാൻ എന്തിനാണ് മടിക്കുന്നത്? ഒരുപാട് ചോദ്യങ്ങൾ അങ്ങനെ വരുന്നുണ്ട്. അപ്പം മുൻകാലഘട്ടത്തിൽ നിങ്ങൾ ഇത് അറിഞ്ഞു കാണത്തില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലെങ്കിൽ അറിയുന്നില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഇങ്ങനെ സംഭവങ്ങളുണ്ട്. നമ്മൾ മുമ്പേ തമിഴ്നാടിന്റെ വേക്കൻസി നോട്ടിഫിക്കേഷൻ ഇട്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പം ഉത്തർപ്രദേശ് ഇട്ടു, അതായത് രാജസ്ഥാന്റെയാണ്. മധ്യപ്രദേശിന്റെ ഇടാതിരുന്നത്, മധ്യപ്രദേശിന് മുമ്പ് 10,000 വേക്കൻസി വിളിച്ചാണ്, 13,000 സംതിങ് PRT പ്രൈമറി ടീച്ചർ വിളിച്ചായിരുന്നു. പക്ഷെ അവർക്ക് ടെറ്റിന്റെ കാര്യത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവരുടെ ടെറ്റ് ചെയ്യാൻ വേണമെന്നുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ടാണ് ആ വീഡിയോ ഞാൻ ഇവിടെ ഇടാതിരുന്നത്. ഓക്കെ, മധ്യപ്രദേശുകാർക്ക് മാത്രം വേണ്ടിയിട്ടുള്ള ഒരു എക്സാംസ് ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യമേ പറയാനുള്ളത്, പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് ഇന്നത്തെ കാലത്ത് ഫസ്റ്റ് ഒരു ജോബാണ്. അത് നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ടീച്ചർ പോസ്റ്റ്, നല്ല സാലറി ഉള്ള, നല്ല പെർക്കുള്ള, എല്ലാ ബെനിഫിറ്റ്സും ഉള്ള ഒരു ടീച്ചിങ് പോസ്റ്റ്. ഓക്കെ, അത് ചുരുക്കം നിങ്ങൾ ഈ പേടിക്കുന്ന, മലയാളികൾ പേടിക്കുന്ന ലാംഗ്വേജ് പ്രോബ്ലംസ്, അതൊരു ഇഷ്യൂസേ അല്ല. അത് നമുക്ക് ജോലി കിട്ടിയ ശേഷം വളരെ പെട്ടെന്ന് തന്നെ അച്ചീവ് എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇങ്ങനെയുള്ള പോസ്റ്റുകൾക്ക് ഇന്റർവ്യൂ എന്നുള്ള സംഭവമേ ഇല്ല. ജസ്റ്റ് പരീക്ഷ പ്ലസ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, ബാക്കിയൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇംഗ്ലീഷ് ഹിന്ദിയൊക്കെ ലെവലായി വന്നോളും, നോ പ്രോബ്ലം. ഓക്കെ, അതിനെക്കുറിച്ചൊന്നും ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഇത്തരത്തിലുള്ള പോസ്റ്റുകളല്ല, ഇനി നമ്മുടെ KVS ഉടൻ തന്നെ KVS ഇപ്പൊ വരും, അതിലൂടെ LVS വരും, അതിലൂടെ EMRS വരും. അപ്പൊ ഇത്തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഫസ്റ്റ് അത് അപ്ലൈ ചെയ്യൂ, പിന്നെ നന്നായിട്ട് പഠിക്കൂ. നിങ്ങൾ റാങ്ക് ലിസ്റ്റ് വരും, നല്ല മാർക്കോട് കൂടി റാങ്ക് ലിസ്റ്റ് വരും. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ ചിന്തിക്കാം. ഓക്കെ, എന്തുകൊണ്ടും മറ്റ് PSCകളെക്കാളൊക്കെ ബെനിഫിറ്റ് ഉള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഓക്കെ, നമ്മുടെ കാര്യത്തിലേക്ക്. അപ്പൊ നിങ്ങൾ ഈ RPSC എന്ന് പറയുമ്പോൾ രാജസ്ഥാൻ PSC എന്ന് തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന ഈ സൈറ്റിലേക്ക് വരും, ഇവരുടെ സൈറ്റിലേക്ക് വരും. അതുപോലെ തന്നെ RPSC ഓൺലൈൻ ഉണ്ട്, അതിൽ അപ്ലൈ ഓൺലൈൻ കൊടുത്തു കഴിഞ്ഞാൽ അപ്ലൈ ഓൺലൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, സോറി, അതിൽ തന്നെ ഇവിടെ ഈ റൈറ്റ് സൈഡിലായിട്ട് സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ടോ, ഇവിടെ തന്നെയാണ് ഈ വേക്കൻസി നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അത് താഴെ നിങ്ങൾ വ്യൂ ആളെന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പേജിലേക്ക് വരും. ഈ പേജിലേക്ക് രണ്ട് അഡ്വർടൈസ്മെന്റ് കിടക്കുന്നുണ്ട്. 17/7/2025 അഡ്വർടൈസ് നമ്പർ 7/2025-26 ഫോർ സീനിയർ ടീച്ചർ. ഓക്കെ, രണ്ടാമത്തത്
17-ാം തീയതി തന്നെ വന്നതാണ് അഡ്വർടൈസ്മെന്റ് 6/2026 ഫോർ സ്കൂൾ ടീച്ചർ സ്കൂൾ എഡ്യൂക്കേഷൻ 2025. ഇത് രണ്ടുമാണ് നമുക്ക് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ രണ്ട് നോട്ടിഫിക്കേഷനാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ആ കാര്യത്തിലേക്ക് വരാം, ചെക്ക് ചെയ്യുന്ന കാര്യത്തിലേക്ക് നമുക്ക് വരാം. ഓക്കെ, ഓക്കെ, അപ്പൊ ആദ്യം ഫസ്റ്റിലത്തെ നോട്ടിഫിക്കേഷൻ ആണ് നോക്കുന്നത്. രണ്ട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഒന്നാമത്താണ് ഞാൻ പറഞ്ഞ ഒന്നാമത്തെ നോട്ടിഫിക്കേഷൻ ആണ് TGT ആണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ വിളിക്കുമ്പോൾ സെൻട്രൽ ഗവൺമെന്റിൽ സാധാരണയായിട്ട് നമുക്ക് CTET വേണം, അല്ലെങ്കിൽ ടെറ്റ് വേണം. ഇവിടെ അങ്ങനെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. CTET വേണ്ട, ടെറ്റും വേണ്ട. നോ CTET, നോ ടെറ്റ്. ഓക്കെ, ഓൺലി B.Ed. ഓക്കെ, B.Ed ആണ് ഇതിന്റെ അടിസ്ഥാന ക്വാളിഫിക്കേഷൻ. എന്ന് വെച്ചാൽ ഒരു ഡിഗ്രി, നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ടോ, ഡിഗ്രി പ്ലസ് B.Ed ആണ്. ഓക്കെ, ഡിഗ്രി പ്ലസ് B.Ed ആണ് ഇതിന്റെ TGTയുടെ രാജസ്ഥാൻ വിളിച്ചിരിക്കുന്നത്. നേരത്തെ UP വിളിച്ചപ്പോൾ അതേ സെയിം തന്നെയായിരുന്നു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. CTETും വേണ്ട, അതായത് സംസ്ഥാനത്തിന്റെയോ ഒന്നും ടെറ്റും വേണ്ട. ജസ്റ്റ് ഡിഗ്രി പ്ലസ് B.Ed. പെർസെന്റേജും ഇല്ല, നിങ്ങൾ ജസ്റ്റ് പാസ് മതി, പാസ് മാർക്ക് മതി. ഓക്കെ, നമുക്ക് ഓരോന്നിലേക്ക് നോട്ടിഫിക്കേഷൻ ഓരോ കാര്യങ്ങൾ കടക്കാം. ഓക്കെ, അപ്പൊ ഇത് വിളിച്ചിരിക്കുന്നത് ഇന്നലെ വന്ന നോട്ടിഫിക്കേഷൻ ആണ്. 7/2025 ആണ്. ഫസ്റ്റ് പോസ്റ്റ് എന്ന് വെച്ചാൽ സീനിയർ ടീച്ചർ എന്ന് പറയുന്നതാണ് ഈ TGT എന്ന് പറഞ്ഞത്. ഓക്കെ, അത് മൊത്തം പോസ്റ്റ് എന്ന് പറയുന്നത് 6500 പോസ്റ്റിലേക്കാണ് TGT വിളിച്ചിരിക്കുന്നത്. 6500 പോസ്റ്റിലേക്ക്. ഇനി ഏതെല്ലാം സബ്ജക്റ്റുകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത്? ഹിന്ദി ഉണ്ട്, ഇംഗ്ലീഷ് അംഗ്രീസി ഉണ്ട്, സംസ്കൃതം ഉണ്ട്, ഗണിതം കണക്കുണ്ട്, വിജ്ഞാൻ സയൻസ് ഉണ്ട്, സാമാജിക് വിജ്ഞാനം എന്ന് പറയുന്ന സോഷ്യൽ സയൻസ് ഉണ്ട്, ഉറുദു ഉണ്ട്, പഞ്ചാബി ഉണ്ട്, സിന്ധി ഉണ്ട്, ഗുജറാത്തി ഉണ്ട്, യോഗയുണ്ട്. ഓക്കെ, നമ്മുടെ നാട്ടിലെ യോഗ പഠിച്ചവരുണ്ടായിരിക്കും ഒഫീഷ്യലായിട്ട്. ഓക്കെ, അതല്ലാതെ ഇതിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ ഹിന്ദി അപ്ലൈ ചെയ്യാം. ഇംഗ്ലീഷുകാർക്ക്, അതായത് ഹിന്ദി ഡിഗ്രി പ്ലസ് B.Ed ഉള്ളവർക്ക് ഹിന്ദി അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഡിഗ്രി പ്ലസ് B.Ed ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. സംസ്കൃതം, അതുപോലെ തന്നെ മാത്സ്, സയൻസ്, അതായത് സോഷ്യൽ സയൻസ്, ഇത്രയും പോസ്റ്റുകൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, അതിൽ രണ്ട് രീതിയിലാണ് പോസ്റ്റ് വിളിക്കുന്നത്. ഒന്ന് ജനറൽ ആയിട്ടുള്ള കാറ്റഗറി ആയിട്ട് വിളിച്ചിട്ടുണ്ട്, രണ്ടാമത്തത് ട്രൈബൽ ആയിട്ടുള്ള. ഓക്കെ, അങ്ങനെ രണ്ട് രീതിയിലാണ് പോസ്റ്റ് വിളിച്ചിരിക്കുന്നത്. അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതേപോലെ തന്നെ കാണും ആപ്ലിക്കേഷനിൽ. ഓക്കെ, എന്താണ് ഗൈർ അനുഷ്ഠിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള ജനറൽ കാറ്റഗറിയും, അതുപോലെ തന്നെ അനുഷ്ഠിത ക്ഷേത്രം എന്ന് പറയുമ്പോഴത്തേക്ക് അത് ST ഷെഡ്യൂൾഡ് ട്രൈബിന് വേണ്ടിയിട്ടുള്ള പോസ്റ്റ് 696 പോസ്റ്റുകളും, അതുപോലെ തന്നെ നോർമൽ ആയിട്ടുള്ള 5804 പോസ്റ്റുകളുമായിട്ട് മൊത്തം 6500 വേക്കൻസിയാണ് ഈ TGT പോസ്റ്റിലേക്ക് വിളിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളെ പറയാൻ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, अन्य के आवेदकों को लाभ देय नहीं होने के कारण उन्हें सामान्य वक्त के ആവേദൻ കർണ ഹോഗ. ഓക്കെ, അതായത് നിങ്ങൾ പുറത്തുനിന്ന് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, നിങ്ങൾക്ക് റിസർവേഷൻ എന്ന് പറയുന്ന സംഭവം കിട്ടത്തില്ല. റിസർവേഷൻ എന്നുള്ള സംഭവം ഇല്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ജനറൽ കാറ്റഗറിയിലേക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും, അത്രേ ഉള്ളൂ. ഓക്കെ, SC ST എന്ന് പറയുന്ന OBC എന്ന് പറഞ്ഞാൽ റിസർവേഷൻ ഉണ്ടാവത്തില്ല. ഓക്കെ, നമ്മുടെ അതർ സ്റ്റേറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അത് എല്ലാ സ്റ്റേറ്റിലും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ അവര് കേരളത്തിലോട്ട് ഒന്ന് അപ്ലൈ ചെയ്താലും അങ്ങനെയാണ്. ഇനിയുള്ള സബ്ജക്ട് കോമ്പിനേഷൻ ആണ്. സബ്ജക്ട് കോമ്പിനേഷൻ എന്ന് വെച്ചാൽ ഇവിടെ അവർ പറഞ്ഞിട്ടുണ്ട്, ഗ്രാജുവേറ്റ് ഓർ ഇക്വലന്റ് എക്സാമിനേഷൻ റെക്കഗ്നൈസ്ഡ് ബൈ UGC വിത്ത് കൺസേൺ സബ്ജക്ട് ആസ് ഓപ്ഷണൽ സബ്ജക്ട് ആൻഡ് ഡിഗ്രി ഓർ ഡിപ്ലോമ എഡ്യൂക്കേഷൻ റെക്കഗ്നൈസ്ഡ് ബൈ ദ നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചേഴ്സ്. അതൊക്കെ B.Ed കുറിച്ചും പറയുന്നത്. അതായത് ഇവിടെ കൺസേൺഡ് സബ്ജക്ട് പറയുന്നുണ്ട്. നിങ്ങൾ ഗ്രാജുവേഷൻ, നിങ്ങൾ TGT അപ്ലൈ ചെയ്യണമെങ്കിൽ ഈ താഴെ പറയുന്ന ഏതെങ്കിലും 2 സബ്ജക്ട് നിങ്ങൾക്ക് ഡിഗ്രിയിൽ പഠിച്ചിരിക്കണം. വിത്ത് അറ്റ്ലീസ്റ്റ് 2 ഓഫ് ദ ഫോളോയിങ് സബ്ജക്ട്സ് ആർ ഓപ്ഷണൽ. ഓക്കെ, നിങ്ങളുടെ ഡിഗ്രിയിൽ ഇപ്പൊ സയൻസുകാർ അപ്ലൈ ചെയ്യണമെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി, ബോട്ടണി, മൈക്രോബയോളജി, ബയോടെക്നോളജി, ബയോകെമിസ്ട്രി, ഇതെല്ലാം അതിലുണ്ട്. അപ്പൊ ഇത് ഏതെങ്കിലും നിങ്ങളുടെ ഡിഗ്രിയിൽ ഇത് ഏതെങ്കിലും 2 സബ്ജക്ട് വേണം. ഇപ്പൊ സോഷ്യൽ സയൻസ് കാറാണെങ്കിൽ ജിയോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഫിലോസഫി, ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു 2 സബ്ജക്ട് നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചിട്ടുള്ള ഒരു ഡിഗ്രിയും പ്ലസ് B.Ed മാത്രമാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ. പിന്നെ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, അന്തിम वर्ष की परीक्षा में
എന്താണ് സാമിൽ ദു ഹോ ചുകെ യാ സാമിൽ ദു ഹോ രഹാ ഹെ. അതായത് നിങ്ങൾ അവസാന വർഷ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ആ അവസാന വർഷ പരീക്ഷ എഴുതുന്നവർക്കും ഇത് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ് പ്രായപരിധി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. രാജസ്ഥാനിലുള്ളവരാണെങ്കിൽ ഓരോ കാറ്റഗറിക്ക് ഇപ്പം ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിനാണെങ്കിൽ, ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബിനാണെങ്കിൽ 5 വർഷം, അതിലെ ട്രൈബ്സിനാണെങ്കിലും 10 വർഷം, അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ നോക്കേണ്ട കാര്യമില്ല, നമുക്ക് ആവശ്യമില്ല. അത് നമുക്ക് 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ഇനി അതിന്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത്. അപ്ലൈ ചെയ്ത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഫീസ് സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന്റെ സ്കീം ആൻഡ് സിലബസ് ഓഫ് ദിസ് എക്സാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 മാർക്കാണ്. 2 പേപ്പറാണ്. പേപ്പർ 1 200 മാർക്ക്, പേപ്പർ 2 എന്ന് പറയുന്നത് 300 മാർക്കാണ്. പേപ്പർ 1 200 മാർക്കിനും, പേപ്പർ 1 എന്ന് പറയുന്നത് 200 മാർക്കിനും, പേപ്പർ 2 എന്ന് പറയുന്നത് 300 മാർക്കുമാണ്. ഫസ്റ്റ് 200 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് 2 മണിക്കൂർ പരീക്ഷ, 100 ക്വസ്റ്റ്യൻ, മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. സബ്ജക്ട് ജിയോഗ്രഫിക്കൽ, ഹിസ്റ്റോറിക്കൽ, കൾച്ചറൽ ആൻഡ് ജനറൽ നോളജ് ഓഫ് രാജസ്ഥാൻ. രാജസ്ഥാന്റെ GK പഠിക്കണം. കറണ്ട് അഫയേഴ്സ് രാജസ്ഥാനുമായി റിലേറ്റ് ചെയ്തത്. ജനറൽ നോളജ് ഓഫ് വേൾഡ് ആൻഡ് ഇന്ത്യ. പിന്നെ നമ്മുടെ എഡ്യൂക്കേഷണൽ സൈക്കോളജി. വളരെ സിമ്പിൾ ആണ്. രാജസ്ഥാൻ മാത്രം പഠിച്ചതല്ലേ, വേറൊന്നും നമ്മൾ PSC പഠിക്കുന്ന പോലെ ഇന്ത്യ മൊത്തം പഠിക്കണ്ടല്ലോ. ഉള്ളി രാജസ്ഥാൻ. പിന്നെ ജനറൽ നോളജും പഠിക്കണം. ഓക്കെ, വേൾഡിന്റെ ഇന്ത്യയുടെ നോർമൽ ആയിട്ടുള്ള ജനറൽ നോളജും പഠിക്കണം. അതാണ് പേപ്പർ ഫസ്റ്റ് എന്ന് പറയുന്നത്. അതിൽ ക്വാളിഫൈങ്, അതായത് ഇനി നെഗറ്റീവ് മാർക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഫോർ എവറി റോങ് ആൻസർ നമ്മുടെ PSC പോലെ തന്നെയാണ്. 3 തെറ്റിയിൽ 1 മാർക്ക്, 1/3 ആണ് നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആ ഫസ്റ്റ് പേപ്പർ പാസ്സാകണമെങ്കിൽ 200-ല് 40% മാർക്ക് വാങ്ങിയിരിക്കണം കേട്ടോ. 200-ല് 40% മാർക്ക് വാങ്ങിയിരിക്കണം. ഇനി പേപ്പർ 2 എന്ന് പറയുന്നത് 300 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. 2 മണിക്കൂർ തന്നെയാണ്. 2.5 മണിക്കൂറാണ്. 150 ക്വസ്റ്റ്യൻസ് ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതിലും 1/3 തന്നെയാണ് നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത്. പാസ്സാകുന്നതിന് അതിന്റെ 40% മാർക്ക് വേണം. ബാക്കി 5% അവരുടെ കാൻഡിഡേറ്റ് ബിലോങ് ടു ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബിനാണ്. അത് റിലാക്സേഷൻ ഉള്ളവർക്കാണ്, നമുക്ക് കിട്ടത്തില്ല. ഓക്കെ, ക്വാളിഫൈങ് മാർക്ക് 40. അതിന്റെ സിലബസ് എന്ന് പറയുന്നത് നോളജ് ഓഫ് സെക്കൻഡറി ആൻഡ് സീനിയർ സെക്കൻഡറി സ്റ്റാൻഡേർഡ് അബൌട്ട് റിലവന്റ് സബ്ജക്ട് മാറ്റർ. അതായത് നിങ്ങൾ ഏത് സബ്ജക്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് അവിടെയുള്ള നമ്മുടെ സെക്കൻഡറി 10ാം ക്ലാസ് വരെയുള്ള സബ്ജക്റ്റുകളും അതുപോലെ +2ന്റെയും, അതും നോളജ് ഓഫ് ഗ്രാജുവേഷൻ സ്റ്റാൻഡേർഡ് റിലവന്റ് സബ്ജക്ട്, അത് നിങ്ങൾ പഠിച്ച ഡിഗ്രി ഏതാണ് അതുമായിട്ട് ബന്ധപ്പെട്ടത്. ഈ ടീച്ചിങ് മെത്തേഡ്സ് ഓഫ് റിലവന്റ് സബ്ജക്ട് നിങ്ങൾ ഏതാണ്. ഇപ്പം ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷിന്റെ പെഡഗോജി, സയൻസ് ആണെങ്കിൽ സയൻസിന്റെ പെഡഗോജി, SS ആണെങ്കിൽ SS-ന്റെ പെഡഗോജി, ഹിന്ദി ആണെങ്കിൽ ഹിന്ദിയുടെ പെഡഗോജി. അങ്ങനെ അത്രയാണ് ആ 200 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. 150 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പം 40 പ്ലസ് മൊത്തം 500-ല് 80% മാർക്ക് നിങ്ങൾ വാങ്ങിച്ചിരിക്കണം. രണ്ടിനും മിനിമം ആണ്. ഫസ്റ്റ് 200-നും 40% വേണം, രണ്ടാമത്തെ 300-നും 40% വേണം. ഓക്കെ, ഇതാണ് ആ ഒരു എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. ബാക്കിയുള്ള സിലബസും കാര്യങ്ങളും മറ്റ് ഡീറ്റെയിൽസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും എല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ, അടുത്ത ക്ലാസ്സുകളായിട്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇത്രയാണ് ഈ പറഞ്ഞ TGT-യുടെ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളോട് പറയേണ്ട അത്യാവശ്യ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്രയാണ് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, വളരെ വലിയ പോസ്റ്റാണ്. കാരണം 1000, 1005, ഹിന്ദി 1005, ഇംഗ്ലീഷ് 1150, സംസ്കൃതം 842, മാത്സ് 1184, സയൻസ് 1160, സോഷ്യൽ സയൻസ് 401. ഇങ്ങനെ വളരെ ബിഗ് പോസ്റ്റുകളാണ്, വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത നെക്സ്റ്റ് നമ്മുടെ രണ്ടാമത്തെ PGT. അപ്പൊ ഇതില് CTET-ഉം TET-ഉം വേണമെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. അടുത്ത രണ്ടാമത്തേലേക്ക് പോവാം, നമ്മുടെ PGT. ഓക്കെ, അപ്പൊ PGT-യുടെ കാര്യം പറയുമ്പോഴും ഞാൻ ആദ്യമേ പറയട്ടെ, PGT എഴുതുന്നതിന് വേണ്ടിയും സെൻട്രൽ ഗവൺമെന്റ് എഴുതുന്നത് പോലെയോ മറ്റ് സ്റ്റേറ്റുകൾ എഴുതുന്നത് പോലെ ഇവിടെ എന്ത് വേണ്ട, CTET-ഓ TET-ഓ ആവശ്യമില്ല. ഉള്ളി B.Ed-ഉം PG-യും, PG പ്ലസ് B.Ed പെർസെന്റേജിന്റെ പ്രശ്നം ഇവിടെ ഉദിക്കുന്നില്ല. ജസ്റ്റ് PG B.Ed ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് PG ടീച്ചേഴ്സിനും അപ്ലൈ ചെയ്യാം. ഏകദേശം 27 വിഷയങ്ങളിലേക്കാണ് 3225 പോസ്റ്റ് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, 27 വിഷയങ്ങളിലേക്ക് 3225 പോസ്റ്റ് ആണ്. അങ്ങനെയാണ് 9770 എന്ന് പറയുന്ന
സോറി 9,777 എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് വരുന്നത്, രണ്ടും കൂടി ചേർത്തിട്ട്. അപ്പൊ PGT മൊത്തം 27 സബ്ജക്ട് ഉണ്ട്. ഇംഗ്ലീഷ്, ഹിന്ദി, സംസ്കൃതം, രാജസ്ഥാനി, പഞ്ചാബി, ഉറുദു, പിന്നെ ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, ജിയോഗ്രഫി, എക്കണോമിക്സ്, സോഷ്യോളജി, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഹോം സയൻസ്, കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ്, ബയോളജി, കൊമേഴ്സ്, ഡ്രോയിങ്, മ്യൂസിക്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ. പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോച്ചസ് ആണ്. അത്ലറ്റിക്സ് ഉണ്ട്, ബാസ്കറ്റ്ബോൾ ഉണ്ട്, വോളിബോൾ ഉണ്ട്, ഹാൻഡ് ബാൾ ഉണ്ട്, കബഡി ഉണ്ട്, ടേബിൾ ടെന്നീസ് ഉണ്ട്. അങ്ങനെ എല്ലാം കൂടെ ചേർത്തിട്ട് 3,225 നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളൊക്കെ ബൾക്ക് നമ്പർ ഓഫ് വേക്കൻസി ആണ്. ഹിന്ദി 710, ഇംഗ്ലീഷ് 307, സംസ്കൃതം 70. ഇതൊന്നും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാം. രാജസ്ഥാനി, പഞ്ചാബ് നമുക്കില്ലല്ലോ. ഉറുദു പറ്റും, ഉറുദു 140, ഹിസ്റ്ററി 170, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ് 350, ജിയോഗ്രഫി 270, എക്കണോമിക്സ് 34, സോഷ്യോളജി 22. ഓക്കെ, എക്കണോമിക്സും സോഷ്യോളജി മാത്രം കുറച്ച് കുറഞ്ഞ വേക്കൻസി ഉള്ളത്, ബാക്കി ബൾക്ക് നമ്പർ ഓഫ് വേക്കൻസി ആണുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും ഇതും നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് തീരുമാനിക്കുക. ഇവിടെയും അതുപോലെ തന്നെയാണ്. അന്യരാജ്യക്ക് ആവേദൻ ഗോ ഉദ്യോഗ ലാഫ് ദയ നഹി, നേരത്തെ ഞാൻ പറഞ്ഞ കാര്യമില്ലേ, മറ്റ് സംസ്ഥാനങ്ങളിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളെ എന്തായിട്ട് പരിഗണിക്കും? സാമാന്യ വർഗക്ക്. ഓക്കെ, സാമാന്യ വർഗമായിട്ട്, അതായത് ജനറൽ കാറ്റഗറി ആയിട്ട് നിങ്ങളെ പരിഗണിക്കുന്നതാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. റിസർവേഷൻ കിട്ടത്തില്ല എന്നുള്ളത്. പിന്നെ അതിന് സബ്ജക്ട് കോമ്പിനേഷൻ 1 മുതൽ 12 വരെ ഉള്ളത്, 14 മുതൽ 16 വരെ ഉള്ളത്, അതായത് നമ്മുടെ പോസ്റ്റിന്റെ 1 മുതൽ 12 വരെ ഉള്ളത്, 1 മുതൽ 12 വരെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വരെ ഉള്ളത്, പിന്നെ 14 മുതൽ 16 അങ്ങനെ ഓരോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സബ്ജക്ട് കോമ്പിനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സബ്ജക്ട് കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ, മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ BEd വേണം. പിന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് റിക്വയർഡ് എക്സാമിനേഷൻ റെക്കഗ്നൈസ്ഡ് ബൈ UGC, ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ഇൻ ഹോം സയൻസ് വിത്ത് ഡിഗ്രി ഡിപ്ലോമ. അതായത് ഓരോ കോമ്പിനേഷൻ, സബ്ജക്ട് കോമ്പിനേഷൻ ആണ് അവരുടെ കൊടുത്തിരിക്കുന്നത്. അതില് ഏതെങ്കിലും നേരത്തെ പറഞ്ഞതൊക്കെ ഏതെങ്കിലും 2 അല്ലെങ്കിൽ 1 പഠിച്ചിരിക്കണം എന്നുള്ളത്. സയൻസ് ആകുമ്പോഴത്തേക്ക് zoology, botany, microbiology, biotechnology, life science, bioscience, provide their studies, botany and zoology at graduation level with degree diploma in education. അതായത് BEd നെ കുറിച്ച് ആ ഒരു സബ്ജക്ട് കോമ്പിനേഷൻ. മറ്റുള്ളതാകുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. ആ സബ്ജക്റ്റിനെ കുറിച്ച് ഓരോന്നും ഇങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. അതിൽ സ്പോർട്സിന്റെ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കത് ഈ നോട്ടിഫിക്കേഷൻ ഞാൻ പറഞ്ഞ സമയം കളയുന്നില്ല, ഇതൊക്കെ നമുക്ക് ജസ്റ്റ് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണല്ലോ. അപ്പൊ അങ്ങനെ ഓരോന്നിനും സ്പെസിഫിക് ആയിട്ടുള്ള സബ്ജക്ട് കോമ്പിനേഷൻസ് ഉണ്ട്. നമ്മള് നോർമലായിട്ട് കേരളത്തിൽ നടത്തുന്നത് തന്നെയാണ് സെയിം ആയിട്ട് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. സെപ്പറേഷൻ ഒന്നുമില്ല, എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സബ്ജക്ട് കോമ്പിനേഷൻ തന്നെയാണ് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും നടത്തുന്ന കോഴ്സുകൾ. പിന്നെ ഇവിടെ വരുന്നത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് വേണം അപ്ലൈ ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ പറഞ്ഞ സൈറ്റിൽ ഡയറക്റ്റ് ആയിട്ട് കയറിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ ഉള്ളത് സ്കീം ഓഫ് എക്സാംസ് ആണ്. നമ്മുടെ എക്സാമിന്റെ പേപ്പർ എന്ന് പറയുന്നത് ഇവിടെ നേരത്തെ മറ്റത് TGT 500 മാർക്കിനാണ്, ഇത് 450 മാർക്കിനാണ്. 2 പേപ്പർ ഫസ്റ്റ് ഷാൽ ബി ഓഫ് 150 മാർക്ക്, പേപ്പർ 2 എന്ന് പറയുന്നത് 300 മാർക്കിനാണ്. 300 മാർക്കിന് 150 മാർക്ക്, അങ്ങനെ 450 മാർക്ക്. ഓക്കെ, അതിൽ 1.5 മണിക്കൂർ 200 മാർക്കിന്റെ എക്സാമും 3 മണിക്കൂർ 300 മാർക്കിന്റെ എക്സാംസ് ആണ് ഉണ്ടായിരിക്കുന്നത്. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. 1/3 നെഗറ്റീവ് മാർക്ക് എന്ന് പറയുന്നത് 1/3 ആണ്. 3 തെറ്റിൽ 1 മാർക്ക് പോകും. അങ്ങനെ നെഗറ്റീവ് മാർക്കിങ് അത് പാസ്സാകണമെങ്കിൽ പേപ്പർ വൈസ് പാസ്സാകണം. ഓരോ പോർഷൻസിനും 40% തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം വരുന്നത്. സബ്ജക്ട് നമ്മുടെ ആ സിലബസിൽ വരുന്ന സബ്ജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്ററി ഓഫ് രാജസ്ഥാൻ ആൻഡ് ഇന്ത്യൻ ഹിസ്റ്ററി വിത്ത് സോഷ്യൽ എംപ്ലോയീസ് ഇൻ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്സ്. ഓക്കെ, ഇന്ത്യൻ ഹിസ്റ്ററി അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത് ഒന്ന് സ്ട്രെസ് ചെയ്ത് രാജസ്ഥാന്റെ ഹിസ്റ്ററി പഠിക്കുക അവിടെ ആയതുകൊണ്ട്. പിന്നെ ഇവിടെ മാത്സും മെന്റൽ എബിലിറ്റി ടെസ്റ്റ്, സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമെറ്റിക്സ്, ലാംഗ്വേജ് എബിലിറ്റി ടെസ്റ്റ്, ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇതെല്ലാം അവർ പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് ലെവൽ നമ്മുടെ ലാസ്റ്റ് ഗേഡ് LD ലെവലായിട്ടുള്ള മാത്സും മെന്റൽ എബിലിറ്റി ആണ് ചോദിക്കുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും ഇംഗ്ലീഷ്, ഹിന്ദി 30 മാർക്കിനാണ് വരുന്നത്. പിന്നെ കറണ്ട് അഫയേഴ്സ്, ജനറൽ സയൻസ്, ഇന്ത്യൻ പൊളിറ്റി, ജിയോഗ്രഫി ഓഫ് രാജസ്ഥാനെ കുറിച്ച് മാത്രം പഠിച്ചാൽ മതി. ജിയോഗ്രഫി പഠിക്കുമ്പോഴത്തേക്ക് ഇന്ത്യൻ പൊളിറ്റി, കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുക, ജനറൽ സയൻസ് പഠിക്കുക, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. പിന്നെ അതുപോലെ എഡ്യൂക്കേഷൻ സൈക്കോളജി, എഡ്യൂക്കേഷൻ മാനേജ്മെന്റ്, എഡ്യൂക്കേഷൻ സിനാരിയോ ഇൻ രാജസ്ഥാൻ, റൈറ്റ് ഓഫ് ചിൽഡ്രൻ, ഫ്രീ ആൻഡ് കമ്പൾസറി എഡ്യൂക്കേഷൻ. അപ്പൊ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, മാത്രം പഠിച്ചാൽ മതി.
ഇനി പാർട്ട് 2ലേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ കൺസേൺഡ് സബ്ജക്ട് സെക്കൻഡ് ലെവലിൽ പഠിക്കുക. നിങ്ങളിപ്പോ ബോട്ടണി ആണെങ്കിൽ അതിന്റെ സെക്കൻഡ് ലെവൽ പഠിക്കുക, അതിന്റെ ഗ്രാജുവേഷൻ ലെവൽ പഠിക്കുക, അതിന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവൽ പഠിക്കുക. അതിന്റെ കൂടാതെ പെഡഗോജി കൂടെ പഠിക്കുക. ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽസ്, യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻ ടീച്ചിങ്. സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ടെക്നോളജി ഓഫ് ടീച്ചിങ് എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, ആ ഒരു കാര്യം ഇത്രേ ഉള്ളൂ. എന്താണ് സിലബസ് എന്ന് പറയുന്നത്. അപ്പൊ സിമ്പിൾ ആണ്. ബാക്കി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറിന്റെ ഒക്കെ സിലബസ് വ്യത്യാസം ഉണ്ടാവും, സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓരോന്നും. അത് അപ്ലൈ ഫിസിക്കൽ എഡ്യൂക്കേറ്റർ അപ്ലൈ നോക്കുന്നവര് ധാരാളം പോസ്റ്റ് ഉണ്ട്. ഫിസിക്കൽ എഡ്യൂക്കേറ്ററിന്റെ പോസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്ര വേക്കൻസിയാ ഉള്ളത്? ഫിസിക്കൽ എഡ്യൂക്കേറ്റർ 73 വേക്കൻസിയാണ് ഉള്ളത്. സോറി, ഫിസിക്കൽ എഡ്യൂക്കേഷൻ 73 വേക്കൻസി ഉണ്ട്. ഫിസിക്കൽ എഡ്യൂക്കേഷന് PT ടീച്ചറിന്. അപ്പൊ അവർക്ക് അപ്ലൈ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, ധാരാളം ചാൻസ് ഉണ്ട്. അപ്പം അതിലും എന്താ പറയുക, ഓരോ സബ്ജക്ട് കോമ്പിനേഷനും കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ട്, സിലബസ് എഴുതിയിട്ടുണ്ട്. അതും നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ഇത് ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനലിലും അപ്ലോഡ് ചെയ്യുക. അപ്പൊ ദയവായിട്ട് ഇത് കാണുന്നവർ ടെലഗ്രാം ചാനൽ ലിങ്ക് താഴെ ഈ വീഡിയോയുടെ എല്ലാ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ഈ നമ്മളിടുന്ന യൂട്യൂബിൽ ഇടുന്ന എല്ലാ നോട്ടിഫിക്കേഷൻസിന്റെയും ക്ലാസ്സുകളുടെ ഒക്കെ ലിങ്കുകൾ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതേപോലെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാം. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും അപ്ലൈ ചെയ്യണം കേട്ടോ. കാരണം CTET-ഉം TET-ഉം ഒന്നും വേണ്ട, 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോസ്റ്റുകളാണ്, ഹൈ സാലറി ആണ്. അപ്പം വെറുതെ നിങ്ങൾ എന്ത് ചെയ്യുക, അവസരങ്ങൾ പാഴാക്കരുത്. ഓക്കെ, പ്രത്യേകിച്ച് നമ്മുടെ കൊമേഴ്സുകാരൊക്കെ, അതായത് ഇപ്പൊ HSC ഹയർ സെക്കൻഡറി എക്സാം കഴിഞ്ഞിട്ടിരിക്കുന്ന കൊമേഴ്സുകാർക്കൊക്കെ വളരെ വലിയ ഒരു കാര്യമാണ് ഇത്. അപ്പൊ രണ്ടിലും ഉണ്ട്, PGT-യിലും TGT-യിലും കൊമേഴ്സ് ഉണ്ട് നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. എല്ലാവരും ഹിന്ദിക്കാർ, ഇംഗ്ലീഷുകാർക്കൊക്കെ ധാരാളം വേക്കൻസീസ് ഉണ്ട്. സംസ്കൃതം, ബാക്കിയുള്ള സയൻസ് സബ്ജക്ട്, സോഷ്യൽ സയൻസ് എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പം കറക്റ്റ് ആയിട്ട് ഇതിന്റെ നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങൾ ഒന്നും കൂടി നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് വായിച്ചു നോക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഈ റൈറ്റ് സൈഡിൽ ഈ സ്ക്രോൾ പോയിന്റ് താഴെ വ്യൂ ആളില് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ രണ്ടെണ്ണമാണ് ഞാൻ വായിച്ച നോട്ടിഫിക്കേഷൻസ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് കൃത്യതയോടുകൂടി വായിച്ച്, ഹിന്ദിയാണ് കൂടുതലും, നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന ഹിന്ദിയും അതുപോലെ തന്നെ ഇംഗ്ലീഷും ഉണ്ട്. അപ്പൊ മനസ്സിലാവും. ഹിന്ദിയാണെന്ന് വെച്ചാൽ തട്ടിക്കളയേണ്ട കാര്യമില്ല. ഓക്കെ, ഹിന്ദി ഹമാര രാഷ്ട്രഭാഷയെ പഠിക്കുവാൻ വളരെ സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ അധികം പറഞ്ഞ സമയം കളയുന്നില്ല. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള മറ്റു സിലബസിനെ കുറിച്ച്, പഠിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച്, മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച്, കഴിഞ്ഞ കട്ട് ഓഫിനെ കുറിച്ചൊക്കെ, നിങ്ങൾക്ക് അതിന്റെ ആപ്ലിക്കേഷൻ അയക്കേണ്ട രീതിയെ കുറിച്ചൊക്കെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ചെയ്തു തരാം. ഇതും അതുപോലെ തന്നെ നമ്മുടെ ഉത്തർപ്രദേശിലെ OTR കുറിച്ചൊക്കെ വീഡിയോസ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു തരാം. അപ്ലൈ ഒന്നുമില്ല, അപ്ലൈ ഓൺലൈൻ കൊടുത്ത് അപ്ലൈ ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, UP-യിലാണെങ്കിൽ OTR രജിസ്റ്റർ ചെയ്യണം, ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യണമെന്നുള്ളൂ. ഇതിൽ അങ്ങനെ ഇല്ല. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.